റാങ്ക് പ്രതീക്ഷിച്ചിരുന്നോ ചോദിച്ചാൽ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ബട്ട് എക്സാം കഴിഞ്ഞപ്പോൾ ഞാൻ അത്യാവശ്യം കോൺഫിഡൻ്റ് ആയിരുന്നു പാസ്സാവും എന്നുള്ള കാര്യത്തിൽ. പിന്നെ ഈ എത്ര മാർക്കാണ് വേണ്ടത് എന്നുള്ളൊരു ഐഡിയ അല്ലാണ്ട് ഞാൻ ഓൾവേസ് 90 above ആണ് റാങ്ക് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ മുഹമ്മദ് സാറിൻ്റെ അടുത്ത് പറയുകയും ചെയ്തു റാങ്ക് ഉണ്ടാവും എന്നുള്ളത്. പിന്നെ സാറാണ് പറഞ്ഞത് റാങ്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത്. പിന്നെ റാങ്കിൻ്റെ മെയിലും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഒരുപാട് സന്തോഷമായി. പിന്നെ വീട്ടിലൊക്കെ പറഞ്ഞപ്പോൾ അവർക്കും ഭയങ്കര സന്തോഷമായി. കുറേ പേരെന്നെ വിളിച്ച് കൺഗ്രാജുലേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി മെമ്പേഴ്സൊക്കെ ആണെങ്കിലും അങ്ങനെ കൺഗ്രാജുലേറ്റ് ചെയ്തു. ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോൾ PM എല്ലാവരും മുഹമ്മദ് സാറിനെ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാനും അങ്ങനെ കയറിയതാണ്. പിന്നെ ക്ലാസ് എടുക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ വളരെ എൻഗേജിങ് ആയിട്ടാണ് ക്ലാസ് എടുക്കുക. ഒരിക്കലും ബോറടിപ്പിക്കില്ല. അതിൻ്റെ ഇടയിൽ കഥകൾ പറഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞു ക്ലാസ് എൻഗേജിങ് ആയിട്ട് അങ്ങനെ പോകും. ഭയങ്കര റെസ്പോൺസീവായിട്ടാണ് ക്ലാസ് എനിക്ക് തോന്നിക്കുന്നത്. പിന്നെ ഓവറോൾ ട്രിപ്പിൾ-ഐൻ്റെ എൻവയോൺമെൻറ്റ് പറഞ്ഞാൽ ഭയങ്കര ഒരു സപ്പോർട്ടീവ് എൻവയോൺമെൻ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. ഫാക്കൽറ്റിയുടെ സൈഡിൽ നിന്നാണെങ്കിലും മെൻറ്റേഴ്സിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും സ്റ്റുഡൻസിൻ്റെ സൈഡിൽ നിന്നും എല്ലാവരുടെ സൈഡിൽ നിന്നും നല്ലൊരു സപ്പോർട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റിയതും. PM എല്ലാവരും ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നൊരു പേപ്പറാണ്. എനിക്കും എടുക്കുമ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു പ്രോപ്പർ ഗൈഡൻസോട് കൂടിയിട്ട് കൺസെപ്ച്വലി ക്ലിയർ ആയിട്ട് പോവുകയാണെങ്കിൽ സ്കോർ ചെയ്യാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു പേപ്പറാണ്. പഠിക്കാനായിട്ട് ഇവർ കറക്റ്റ് സ്റ്റഡി പ്ലാൻസൊക്കെ പ്രൊവൈഡ് ചെയ്ത് തന്നിരുന്നു. അപ്പോൾ പിന്നെ അത് ഫോളോ ചെയ്യൽ മാത്രമാണ് ഞാൻ ചെയ്തിരുന്നുള്ളൂ. പിന്നെ ഇത് കൺസെപ്ച്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുകൊണ്ട് കൺസെപ്റ്റ്സൊക്കെ പെട്ടെന്ന് മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് മറന്നു പോകുമ്പോൾ വീണ്ടും റിവൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. പിന്നെ ഇപ്പോൾ ഈ ACC എടുക്കണവരും PM എടുക്കാൻ പോകുന്നവരും ഇങ്ങനെ ചോദിക്കാറുണ്ട് എത്ര മണിക്കൂർ ഇങ്ങനെ പഠിക്കലുണ്ടെന്ന്. അപ്പോൾ എനിക്ക് അതിപ്പോൾ ഓരോരുത്തരുടെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. നമുക്ക് അത് ക്ലിയർ ആവണ വരെ അതിൽ ടൈം സ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ്. ഇതിപ്പോൾ ചില സ്റ്റുഡൻസ് ചില കൺസെപ്റ്റിലാവും സ്റ്റക്ക് ആവുക. അപ്പോൾ അതിന് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും. അല്ലാതെ ഒരു സെറ്റ് എമൗണ്ട് ഓഫ് ടൈം എന്ന് തീരുമാനിക്കാൻ പറ്റില്ല. ഒരു പ്രോപ്പർ പ്ലാൻ ഉണ്ടാവുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ അതിനനുസരിച്ചുള്ള എഫേർട്ട് ഇടുക. പിന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് ബ്രേക്ക് എടുക്കാൻ തോന്നും, ചില ദിവസങ്ങൾ ലീവ് എടുക്കാൻ തോന്നും. പക്ഷെ അങ്ങനെ എടുത്താൽ നമ്മുടെ ആ ഫ്ലോനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ കൺസിസ്റ്റൻസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനും CA എടുക്കാനാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ പിന്നെ ACCനെ പറ്റി അന്വേഷിച്ചപ്പോൾ ഒന്നുകൂടി ഫ്ലെക്സിബിളാണ്. പിന്നെ കുറച്ചും കൂടി ഗ്ലോബൽ റെക്കഗ്നിഷൻ ഉണ്ട്. പിന്നെ എക്സാം സ്റ്റൈൽ വേറെയാണ്. ഇത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കൊന്നുകൂടി സ്യൂട്ടബിൾ ACC ആണെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനത് സെലക്ട് ചെയ്തത്.